ജാതകം രചന ഐൻ അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. മോളെ ഉഷേ ഒന്നിങ്ങ് വന്നേ മോളെ. പെട്ടെന്നൊരു വിളി വിറകുവരയുടെ അടുത്തുനിന്നും വന്നു. ആ ശബ്ദം ആരുടേതാണെന്ന് മനസ്സിലായതും ഉഷയ്ക്ക് തന്റെ ദേഹമാ കുളിരുന്ന പോലെ തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ തന്റെ അച്ഛൻ, അതേ അച്ഛനാണ് തന്നെ വിളിക്കുന്നത്. കാലുകൾക്ക് ചിറക് മുളച്ച പോലെ ഒന്നും ഓർക്കാതെ ഉഷ നേരെ അങ്ങോട്ടേക്ക് പാഞ്ഞു. മുകളിൽ ഹോസ്പിറ്റൽ ഷീറ്റ് അടിച്ച് 4 ചുമരുകളുള്ള ഒരു വലിയ കെട്ടിടമാണ് വിറകുപുര. അതിന്റെ പുറകിലായി പഴയ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു ചെറിയ കെട്ടിടം കൂടെയുണ്ട്. പിറകു ഭാഗത്തേക്ക് അധികാരം അങ്ങനെ കടക്കാറില്ല. ഉഷയ്ക്ക് ഇതച്ചുകൊണ്ട് വിറകുപുര ചുറ്റി അതിന്റെ പിന്നിലേക്ക് വന്നു. ഇല്ല, ആരുമില്ല. ഇനി തന്നെ തോന്നലായിരിക്കുമോ? ഒരു നിമിഷം ഉഷ അങ്ങനെ ചിന്തിച്ചെങ്കിലും അടുത്ത നിമിഷം തന്നെ ഉഷയില്ലെന്ന് വിലങ്ങിനെ തലയാട്ടി. അല്ല, തോന്നലല്ല, തന്റെ അച്ഛന്റെ ശബ്ദം. അത് ഏത് ഉറക്കത്തിൽ നിന്നും താൻ തിരിച്ചറിയും. അച്ഛൻ തന്നെയാണ് വിളിച്ചത്. ഉഷയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി. അച്ഛൻ മരിച്ചതിൽ പിന്നെയാണ് തനിക്ക് ഇങ്ങനത്തെ ദുരവസ്ഥകൾ വന്നു തുടങ്ങിയത്. അച്ഛനുണ്ടെങ്കിൽ ഒരു താങ്ങും സഹായവുമായിരുന്നു. അവിടെ ആകമാനം തിരഞ്ഞെങ്കിലും അവിടെയെങ്കിലും ഉഷയ്ക്കൊന്നും കാണാൻ സാധിച്ചില്ല. തിരിഞ്ഞടക്കാൻ ഒരുങ്ങുമ്പോഴാണ് വീണ്ടും ഒരു വിളി. ഉഷേ മോളെ, അച്ഛനാ വിളിക്കുന്നത്, ഒന്നിങ്ങോട്ട് വായോ. പഴയ സാധനങ്ങൾ വെക്കുന്ന കെട്ടിടത്തിന്റെ പുറകിൽ നിന്നുമാണ് വിളിക്കുന്നത്. അവിടെ ആ കാട് പിടിച്ചിരിക്കുകയാണ്. ഇഴജന്തുക്കൾ ഉണ്ടാവും, എന്നാൽ അതൊന്നും ഓർക്കാതെ നേരെ അങ്ങോട്ടേക്ക് ഉഷ ഓടി. അവിടെ ഉറപ്പായും തന്റെ അച്ഛനുണ്ട്. അച്ഛാ ഉറക്കെ കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് ഉഷ അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷെ ആരെയും കണ്ടില്ല. എന്നാൽ ഉഷ ചുറ്റുപാട് നോക്കി അവിടെ തന്നെ നിന്നു. നേരിയ വെളിച്ചം വന്നതിനാൽ കാഴ്ചകൾ ചെറുതായി വ്യക്തമാവുന്നുണ്ട്. ആ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു പൈപ്പിന്റെ മേലെയായി ഒരു ചുവന്ന പട്ടുതുണി കിടക്കുന്നു. അതിന്റെ പുറകിൽ ഒരു മനുഷ്യരൂപത്തിന്റെ നിഴൽ. അതെ, അച്ഛൻ തന്നെ. ഉഷ വേഗം ചെന്ന് അതിൽ പിടിച്ചു വലിച്ചു. പട്ടുതുണി വലിച്ചതും ഉഷയുടെ കൈ നന്നായി പൊള്ളുകയും അടുത്ത നിമിഷം തന്നെ കയ്യിൽ നിന്ന് അത് അപ്രത്യക്ഷമായി പോവുകയും ചെയ്തു. ഉഷയാകെ ഭയന്നു തന്റെ കൈകളിലേക്ക് നോക്കി. എന്താണ് ഇവിടെ നടക്കുന്നത്? ആ പട്ടുണി നിന്നെടുത്ത് കറുപ്പും ചുവപ്പും നിറത്തുള്ള ഒരു സാരി എടുത്ത് ഒരു സ്ത്രീ പിന്തിരിഞ്ഞു നിൽക്കുന്നു. നീണ്ട മുടിയും അഴിച്ചിട്ടുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ ഉഷയ്ക്ക് ചെറിയൊരു ഭയം ഗ്രസിച്ചു തുടങ്ങി. അത്രയും നേരം ഒരു മായാലോകത്ത് എന്ന പോലെ നിന്ന ഉഷയ്ക്ക് അച്ഛൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണെന്നും തിരിച്ചു വന്ന് തന്നെ ഒരിക്കലും ഇതുപോലെ വിളിക്കില്ലെന്നും താനിപ്പോൾ എന്തോ അപകടത്തിലാക്കാൻ എടുത്ത് ചാടിയെന്നും മനസ്സിലായി. ഞൊടിയിട കൊണ്ട് ഉഷ തിരിഞ്ഞോടാൻ ഭാവിച്ചെങ്കിലും ഒരു കൈ പിന്നിലൂടെ വന്ന് ബലമായി ഉഷയുടെ കഴുത്തിൽ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു. എവിടേക്കാണ് നീ ഓടുന്നത്? ഉഷ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞു. വൈദേഹി. കഴുത്തിലെ പിടിമൂല ഉഷയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. ആ നിമിഷം തന്നെ പിടിച്ചു തന്നെ നേരെ നിർത്തി ഉഷയുടെ കൈകൾ പിടുത്തമിട്ടു. തന്നേക്കാൾ ചെറിയ പെണ്ണാണെങ്കിലും തന്നേക്കാൾ ശക്തി കുറവാണെന്ന് കാഴ്ചയിൽ തോന്നുന്നവളാണെങ്കിലും വൈദേഹിയുടെ പിടുത്തത്തിന് കാരിരുമ്പിന്റെ ശക്തിയുണ്ടെന്ന് ഉഷയ്ക്ക് മനസ്സിലായി. കണ്ണുകൾ നീട്ടി വരച്ച് നെറ്റിൽ വലിയൊരു കറുത്ത പൊട്ട് തൊട്ട് കണ്ണുരുട്ടി നിൽക്കുന്ന വൈദേഹിയെ കണ്ടപ്പോൾ താൻ പേടിച്ചിപ്പോൾ മരിച്ചു പോയേക്കുമെന്ന് ഉഷയ്ക്ക് തോന്നി. വിട്ട്, എന്നെ വിട്ട്. എന്നാലും പിടിപിടിപ്പിക്കാൻ ഉഷ ഒരു ശ്രമം നടത്തി. എവിടേക്കാടി നീ ഓടുന്നത്? എന്നെ ഒറ്റകൊടുത്ത് യാചിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് തല്ലുമേടിച്ചു തന്നിട്ട് എന്നെ എല്ലാവരുടെയും മുമ്പിൽ മോശക്കാരിയാക്കിയിട്ട് നീ അങ്ങനെ സുഖിച്ച് വാഴാന്ന് വിചാരിച്ചോടി. വൈദേഹിയുടെ അലർച്ച കേട്ടപ്പോൾ നാവ് ചലിപ്പിക്കാനാവാതെ ഉഷ നിന്നുപോയി. എന്റെ പൊന്നു കുഞ്ഞെ, എന്നോട് ക്ഷമിക്കണം. ഒന്ന് വേണമെന്ന് ചെയ്ത് വെച്ചിട്ട് ചെയ്തല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം. കൈകൂപ്പിക്കൊണ്ട് ഉഷ പറഞ്ഞപ്പോൾ ഉഷയുടെ മുടിക്കുത്തിനെ പിടിച്ച് വൈദേഹി 2 കവിളിലേക്ക് മാറി മാറി അടിച്ചു. എന്നെ തല്ലല്ലേ കുഞ്ഞെ. അയ്യോ ഉഷേ, നീ എന്നോട് ക്ഷമിക്കണം. എന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയതാ. വീണ്ടും 2 അടി കൂടെ കൊടുത്ത് വൈദേഹി പരിഹാസത്തോടെ പറഞ്ഞു. ഇവളുടെ കയ്യിൽ നിന്ന് ഇനി രക്ഷയില്ലെന്ന് ഉഷയ്ക്ക് മനസ്സിലായി. സുജാത എങ്ങനെ ആ വഴിക്ക് വന്നിരുന്നെങ്കിലെന്ന് ഉഷ വല്ലാതെ ആഗ്രഹിച്ചു പോയി. ഇതൊന്നും ആയില്ല ഉഷേ. ഞാൻ ഇന്നലെ അനുഭവിച്ച വേദനയ്ക്കോ അപമാനത്തിനൊക്കെ ഞാൻ നിനക്ക് തരാൻ പോകുന്നേ ഉള്ളൂ. അയ്യോ എൻ്റെ മോളെ, നീ എന്നെ വെറുതെ വിടണം. വയ്യാത്ത കുഞ്ഞുങ്ങളും ഭർത്താവൊക്കെ ഉള്ളതാ. ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ഒരിക്കലും നിന്റെ കൺവെട്ടത്ത് വരില്ല. അതിന് മറുപടിയായി വൈദേഹി പൊട്ടിച്ചിരിച്ചു. അല്ലെങ്കിലും നിന്നെ ഇവിടുന്ന് ഓടിക്കാൻ തന്നെയാണ് ഞാൻ പോകുന്നത്. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ കൊല്ലില്ല. പക്ഷെ എന്നോട് ചെയ്ത ചതിക്ക് നിനക്ക് ജീവനുള്ള കാലത്തോളം നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. ഉഷയുടെ കഴുത്തിൽ മുറുകെ പിടിച്ച് വൈദേഹി മേലോട്ട് കണ്ണുകളുയർത്തി എന്തൊക്കെയോ ഉരുവിട്ടുകൊണ്ടിരുന്നു. ഉഷക്ക് അവിടെ നിന്ന് ഓടണമെന്നുണ്ടായിരുന്നെങ്കിലും തന്റെ ശരീരം അനങ്ങാത്ത പോലെ തോന്നി. ഒന്നുറക്കെ കരയാൻ നാവ് പോലും അനക്കാൻ പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുടെയും ഭർത്താവിന്റെയും അമ്മയുടെയും ഒക്കെ മുഖം ഉഷയുടെ മനസ്സിലേക്ക് ഓടി നടന്നു. പക്ഷേ സംസാരം പോലും നിലച്ച ഉഷയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് മാത്രമേ അന്നേരം ഒഴുകി ഇറങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഉഷയുടെ 2 പുരികത്തിന്റെ നടുവിൽ തന്നെ ചെറുവിരൽ കുത്തിർത്തി 3 പ്രാവശ്യം വൈദേഹി അങ്ങനെ പറഞ്ഞു. 3ാമത്തെ തവണ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉഷയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു തുടങ്ങിയിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ഉഷയാകെ വെട്ടിവിറച്ചു. വായിൽ നിന്ന് നുരയും പതയും വന്നു. അപ്പോഴേക്കും വൈദേഹി അവിടെ കഴുത്തിൽ നിന്ന് പിടിവിട്ടു. ഉഷ നിലത്തേക്ക് പിടഞ്ഞ് കണ്ണുകൾ തുറിച്ച് നാവ് കടിച്ച് നിലത്ത് കിടപ്പായി. ഒന്നും സംഭവിക്കാത്ത പോലെ ചുറ്റും നോക്കി വൈദേഹി അവിടെ നടന്നു നീങ്ങുകയും ചെയ്തു. മുറ്റം തൂത്തുവാരി കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്നതായിരുന്നു സുജാത. അടുപ്പിലെ കലത്തിലെ വെള്ളം വെട്ടി തിളക്കുന്നുണ്ട്. അരിയിടാതെ ഈ പെണ്ണിത് എവിടെ പോയി? ഉഷയെ കാണാഞ്ഞ് സ്വയം പറഞ്ഞുകൊണ്ട് സുജാത അരിയെടുത്ത് അടുപ്പത്തിയിട്ടു.
ഒരു ചായ ഇട്ട് കുടിച്ചിട്ടും ഉഷയെ കാണാതെയായപ്പോൾ സുജാത അവളെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആരോ ഉറക്കി നിലവിളിച്ച് കരയുന്ന ശബ്ദം കേട്ടിട്ടാണ് മേഘ ഉണർന്ന്. ശബ്ദം കേട്ട് തനിക്ക് തോന്നിയതാണെന്ന് സംശയിച്ച് അവൾ ഒന്നുകൂടെ കാതോർത്തു. വീണ്ടും ഒരു സ്ത്രീ ശബ്ദം. അത് സുജാതയുടേതാണെന്ന് ഇത്തവണ മേഘയ്ക്ക് വ്യക്തമായി മനസ്സിലായി. തൊട്ടരികിൽ കിടക്കുന്ന സിദ്ധാർത്ഥിനെ അവൾ കുലുക്കി വിളിച്ചു. പുലർച്ചെ എപ്പോഴാണ് രണ്ടുപേരും ഉറങ്ങിയത്. അതുകൊണ്ട് സിദ്ധാർത്ഥിനെ 2-3 തവണ വിളിച്ചതിന് ശേഷമാണ് അവൻ കണ്ണുറന്ന് നോക്കിയത്. എന്താ മേഘ? ഉറക്കപ്പിച്ചിൽ തന്നെ അവൻ ചോദിച്ചു. സിദ്ധുവിനൊന്ന് എഴുന്നേറ്റ്, പുറത്ത് സുജാത ചേച്ചി കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അഴിഞ്ഞൊളിഞ്ഞ തന്റെ വസ്ത്രങ്ങൾ ശരിയായിക്കൊണ്ട് മേഘ അപ്പോഴേക്ക് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു കഴിഞ്ഞിരുന്നു. കരയുന്നെന്നോ? ആ, ദേ കേൾക്കുന്നില്ലേ? അപ്പോൾ തന്നെ സിദ്ധാർത്ഥും കേട്ടു സുജാതയുടെ കരച്ചിൽ. മുണ്ടുവാരിയെടുത്ത് ഒരു ടീഷർട്ടും ധരിച്ച് സിദ്ധാർത്ഥും മേഘയുടെ പിന്നാലെ ചാടി ഇറങ്ങി. അവര് താഴെ എത്തുമ്പോഴേക്കും രേണുകയും പരമേശ്വരനും പിന്നാമ്പുറത്തെ വാതിൽ കടന്ന് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. വിറകുപുരയുടെ പുറകിൽ നിന്നാണ് കരച്ചിൽ കേൾക്കുന്നതെന്ന് മനസ്സിലാക്കിയ 4 പേരും അങ്ങോട്ടേക്ക് ഓടി. എന്താ എന്താ സുജാതേ? ചെവിപത്തി ഉറക്കെ കരയുന്ന സുജാതയോട് രേണുക ചോദിച്ചു. മോളെ ഇതേ നോക്കിയേ, ഉഷ മരിച്ചു കിടക്കുന്നു. പാമ്പ് അടിച്ചാണെന്നാ തോന്നുന്നു. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്നാലും അടുക്കളയിൽ നിന്നിരുന്ന ഇവിടെ എന്തിന്റെ കാര്യത്തിലെ ഇങ്ങോട്ടേക്ക് ഓടി വന്ന്? തേയും കരഞ്ഞ് സുജാത പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ അവരെ തട്ടിമാറ്റി മുന്നിലേക്ക് ചാടി. അവിടെ വായിൽ നിന്ന് പതവന്ന രൂപത്തിൽ കണ്ണുകൾ തുറച്ച് കിടക്കുന്നുണ്ട് ഉഷ. മുന്നിൽ കണ്ട കാഴ്ചയിൽ കരയാൻ പോലും ഭയന്ന് മേഘ വാപത്തി നിന്നുപോയി. സിദ്ധു, സൂക്ഷിക്ക്. മരിച്ച പോലെ കിടക്കുന്ന ഉഷയുടെ അടുത്തേക്ക് സിദ്ധാർത്ഥ് നീങ്ങുന്ന കണ്ടപ്പോൾ പരമേശ്വരൻ പറഞ്ഞു. സിദ്ധാർത്ഥ് ഉഷയുടെ മൂക്കിന് മുമ്പിലായി തന്റെ ചൂണ്ടയിൽ വിളിച്ച് നോക്കി. നേരത്തൊരു ശ്വാസമുണ്ട്. അച്ഛാ, ചേച്ചി മരിച്ചിട്ടില്ല, ശ്വാസമുണ്ട്. സിദ്ധാർത്ഥ് പറഞ്ഞു കേട്ടപ്പോൾ അതുവരെ തീയിൽ നിന്നവരുടെ നെഞ്ചിൽ അല്പം ആശ്വാസം പടർന്നു. അച്ഛാ, കാർ ഇറക്ക്, ഞാനിവരെ താങ്ങിയെടുത്തുകൊണ്ടുവരാം. സിദ്ധാർത്ഥ് പറഞ്ഞപ്പോൾ പരമേശ്വരൻ വേഗം കാർ ഇറക്കാനായി വീട്ടിലേക്ക് കയറിപ്പോയി. ഉഷയെയും താങ്ങി വേഗം സിദ്ധാർത്ഥ് കാറിനടുത്തേക്ക് ഓടി. പുറകെ പെണ്ണുങ്ങളും. കുഞ്ഞെ, ഞാനും കൂടെ വരട്ടെ? കാർ എടുക്കാൻ നേരം സുജാത ദയനീയമായി ചോദിച്ചപ്പോൾ സിദ്ധാർത്ഥ് മറുത്തൊന്നും പറഞ്ഞില്ല. സിദ്ധാർത്ഥ് മിണ്ടാതായപ്പോൾ സുജാത വേഗം കാറിലേക്ക് കയറി. കാർ അകന്നു പോകുന്നത് നോക്കി രേണുകയും മേഘയും കണ്ണുകളിൽ ഭയം നിറച്ച് നോക്കി നിന്നു. അവരുടെ കണ്ണുകളിൽ ഭയമായിരുന്നുവെങ്കിൽ ചെമ്പരത്തി കാടുകൾക്കപ്പുറമുള്ള വലിയ വീട്ടിലെ 2 പാളികളുള്ള ജനലിലൂടെ അതൊക്കെ വീക്ഷിച്ചിരുന്ന 2 കണ്ണുകളിൽ ക്രൂരമായ പുഞ്ചിരിയായിരുന്നു. തലയിന്ന് കിട്ടിയ അടിയുടെ ശക്തി കാരണം ചെവിയിൽ നിന്ന് രക്തം കിനിഞ്ഞിറങ്ങുന്നുണ്ട്. പഞ്ഞി വെച്ചിരിക്കുകയാണിപ്പോൾ. ചെവിയിൽ കിടക്കുന്ന വിങ്ങുന്ന വേദന കാരണം ഇടക്കൊന്ന് അമർത്തി പിടിക്കേണ്ടി വരുന്നുണ്ട്. ഇനി അടുത്തത് നിനക്ക്. ദൂരെ നിൽക്കുന്ന മേഘയെ നോക്കി വൈദേഹി വേദന കൊണ്ടും ദേഷ്യം കൊണ്ടും പിറുവിറുത്തു. ഹോസ്പിറ്റലിൽ പോയവരുടെ വിളിയും കാത്തിരിക്കുകയായിരുന്നു മേഘയെ രേണുകയും. 2 പേരും ആകെ പരിഭ്രമിച്ച അവസരമായിരുന്നു. തലേ ദിവസം ഉണ്ടായ സംഭവവും ഇപ്പോൾ ഉഷക്കുണ്ടായ അനുഭവമൊക്കെ ഓർത്തപ്പോൾ രേണുകൾക്ക് വല്ലാത്ത ഭയം തോന്നി. എന്തൊക്കെയോ ആപത്ത് വരാനിരിക്കുന്ന പോലെ അവരുടെ മനസ്സ് പറഞ്ഞു. അടുത്തിരിക്കുന്ന മേഘയുടെ മുഖം കണ്ടാൽ അറിയാം അവൾ ഇതൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നതെന്ന്. പെട്ടെന്ന് മേഘയുടെ ഫോൺ ബെല്ലടിച്ചു. സിദ്ധാർത്ഥാണ്. അവൾ വേഗം ഫോൺ എടുത്തു. അവൾ ഫോണിലൂടെ സംസാരിക്കുന്നത് ശ്രദ്ധിച്ച് രേണുകയായിരുന്നു. അപ്പുറത്ത് നിന്ന് കേൾക്കുന്ന വിവരങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ രേണുകൾക്ക് മനസ്സിലായി. എന്താ മോളെ, അവനെന്താ പറഞ്ഞേ? ഉഷ ചേച്ചിയുടെ ശരീരം തളർന്നുപോയി അമ്മേ. ഇനി ചേച്ചി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ലെന്ന്. സംസാരശേഷി നഷ്ടപ്പെട്ടു എന്ന്. ഇപ്പൊ ചേച്ചിയുടെ വീട്ടിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. അമ്മയുടെ അനിയത്തി മറ്റു ഹോസ്പിറ്റലിൽ ഇപ്പോൾ എത്തുന്നു. ആരും വന്നു കഴിഞ്ഞാൽ അച്ഛനും സിദ്ധേട്ടനും ഇങ്ങോട്ടേക്ക് പോരും. മേഘ പറഞ്ഞു കേട്ടപ്പോൾ രേണുകയുടെ സങ്കടം ഒന്നുകൂടെ കൂടി. കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അവൾ. അവളുടെ ചെലവിൽ 4-5 പേരടങ്ങുന്ന ആ കുടുംബം ജീവിച്ചിരുന്നു. ഇതിപ്പോ എന്ത് പറ്റിയതാ? സുജാത പറഞ്ഞ പോലെ പാമ്പ് കടിച്ചു തന്നെയാണോ? ഇല്ലമ്മേ, പാമ്പൊന്നും കടിച്ചിട്ടില്ല. ഡോക്ടർമാർക്കും കാര്യം മനസ്സിലായിട്ടില്ലത്രേ. അങ്ങനെ തളർന്നു വീഴാൻ മാത്രമുള്ള കുഴപ്പമൊന്നും കാണുന്നില്ലെന്ന്. ഇനി എന്തെങ്കിലും പരിശോധനയൊക്കെ നടത്തുമ്പോൾ മനസ്സിലാകുമായിരിക്കും. എന്നാലും ഇങ്ങനെ പെട്ടെന്ന് വരാൻ കാരണം എന്തായിരിക്കും? രണ്ടാളുടെയും ചിന്ത അന്നേരം അതായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സിദ്ധാർത്ഥും പരമേശ്വരനും കൂടെ സുജാതയും വന്നു. ഉഷയുടെ അമ്മയുടെ അനിയത്തിയും അവരുടെ ഭർത്താവും ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ടെന്നും ആവശ്യത്തിനുള്ള പണം അവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞാണ് ഹോസ്പിറ്റലിൽ നിന്നും പോകുന്നതെന്ന് സിദ്ധാർത്ഥും പരമേശ്വരനും പറഞ്ഞു. സുജാത വന്നപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. ഇത്രയും നാൾ സുജാതയോടൊപ്പം ജോലി ചെയ്തിരുന്നവളാണ് ഉഷ. സുജാതക്ക് ഉഷ സ്വന്തം അനുജത്തിയെ പോലെയായിരുന്നു. ഇനി ഉഷയ്ക്ക് എഴുന്നേറ്റെടുക്കാനാവില്ലെന്നും പഴയതുപോലെ തന്റെ കൂടെ ഉണ്ടാവില്ലെന്നൊക്കെയുള്ള ഓർമ്മ സുജാതയെ വല്ലാതെ തളർത്തി കളഞ്ഞിരുന്നു. രേണുകയും മേഘയും അവരെ ഓരോന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. അമ്മ വിളിച്ചപ്പോഴാണ് ഇന്ന് ജിനിയുടെ കല്യാണമാണല്ലോ എന്ന് മേഘ ഓർത്തത്. വീട്ടിൽ ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ച കാരണം കല്യാണത്തിന് പോവേണ്ടെന്ന് തന്നെ മേഘ തീരുമാനിച്ചിരുന്നു. പക്ഷേ കല്യാണത്തിന് പോകാൻ രേണുകയും പരമേശ്വരനെ അവൾ നിർബന്ധിച്ചു. ജിനിയും മേഘയും തമ്മിൽ എത്ര സ്നേഹത്തിലാണുള്ളതെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മേഘ, നീ ചെന്നില്ലേ ആ കുട്ടിക്ക് സങ്കടാവും. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്തല്ലേ. ഇനിയൊക്കെ ഈശ്വരന്റെ കയ്യിലാണ്. നമുക്ക് ഇന്നലെ പോയിട്ട് വരാം. സിദ്ധാർത്ഥ് കൂടെ പറഞ്ഞപ്പോൾ മേഘ പോവാനായി ഒരുങ്ങി. അവരിറങ്ങാൻ നേരം വൈദേഹി പട്ടുസാരിയും മുല്ലപ്പൂവൊക്കെ ചൂടി അവളുടെ കാറിലേക്ക് കയറുന്നുണ്ട്. മുഖത്ത് അപ്പോഴും കഴിഞ്ഞ ദിവസത്തെ ക്ഷീണമുണ്ട്. കൺതടമൊക്കെ നന്നായി കറുത്തിരിക്കുന്നു. പുറത്തിരിക്കുന്ന സിദ്ധാർത്ഥിനെയും മേഘയെയും കണ്ടപ്പോൾ വൈദേഹി ഒന്ന് പുച്ഛിച്ചിരിച്ചു. സിദ്ധാർത്ഥ അത് ശ്രദ്ധിച്ചില്ലെങ്കിലും ആ ചിരി കണ്ട മേഘക്ക് ഉഷയ്ക്ക് പറ്റിയ അപകടം ആ ചിരിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നി.
ഉത്സാഹത്തോടെയാണ് വൈദേഹി കല്യാണ മണ്ഡപത്തിലേക്ക് പോയത്. കുറെ ദിവസമായി ജീവനെ ഒന്ന് തനിച്ച് കിട്ടിയിട്ട്. കല്യാണത്തിരക്കൊക്കെ ആയതിനാൽ പഴയതുപോലെ ഒന്ന് കൂടാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും 4 ദിവസത്തേക്ക് മാറാൻ. മണ്ഡപത്തിലേക്ക് എത്തിയപ്പോൾ എല്ലാവരെയും സ്വീകരിക്കാൻ നിൽക്കുന്ന ബന്ധുക്കളെ കണ്ട് വൈദേഹി പുഞ്ചിരിയോട് അങ്ങോട്ടേക്ക് നടന്നു. അപ്പോഴാണ് കൈയൊടിഞ്ഞ് ചെവിയിലും പഞ്ഞു വെച്ച് നിൽക്കുന്ന ജീവനെ അവൾ കണ്ടത്. അവന്റെ നിൽപ്പ് കണ്ടപ്പോൾ വൈദേഹി തന്റെ ചെവിയിൽ അറിയാതെ ഒന്ന് തൊട്ടുപോയി. ഇതിപ്പോ എന്താ കഥ? തന്റെ ചെവിയിലും പഞ്ഞി, അവന്റെ ചെവിയിലും പഞ്ഞി. ഇന്നലെ വിളിച്ചപ്പോൾ പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. അതിനുശേഷം ഇങ്ങനെ പരിക്ക് മാറ്റാൻ മാത്രം എന്താണ് അവ സംഭവിച്ചിട്ടുണ്ടാവുക? ജീവൻ അപ്പോഴാണ് വൈദേഹിയെ കാണുന്നത്. അവൻ വെപ്രാളത്തോടെ അവിടെ അടുത്തേക്ക് വേച്ച് വന്നു. അടുത്തെത്തിയപ്പോഴാണ് വൈദേഹി അവനെ ശരിക്കും ഒന്നുകൂടെ കാണുന്നത്. മുഖത്തൊക്കെ പൊട്ടും മുറിയുമുണ്ട്. ഇത് എന്ത് പറ്റിയതാ ജീവ? അവൻ ചോദിച്ചു. വൈദേഹി അവന്റെ ഒരു സൈഡ് വീർത്ത് നിൽക്കുന്ന കവിളിലും തൊട്ടു. അണപ്പല്ലി ഇളകി നിന്നിരുന്ന ജീവന്റെ കവിൾ ഭാഗത്ത് വൈദേഹി തൊട്ടപ്പോൾ അവന് തന്റെ പ്രാണം പറയുന്ന പോലത്തെ വേദന തോന്നി. അയ്യോ സോറി ജീവ. അവന്റെ അലർച്ച കേട്ടപ്പോഴും ദേഷ്യം വന്നെങ്കിലും വൈദേഹി വേഗം സോറി പറഞ്ഞു. സാരല്ല, പല്ലൊക്കെ ആകെ ഇളകിയിരിക്കുക, മുഖത്തൊക്കെ തൊടുമ്പോൾ വല്ലാത്ത വേദന. അവൻ കവിളിൽ കൈപ്പൊത്തിക്കൊണ്ട് പറഞ്ഞു. അല്ല ജീവ, ഇതിപ്പോ എന്ത് പറ്റിയതാ? വൈദേഹി അതും ചോദിച്ചുകൊണ്ട് അവൻ അടിമുടിയും നോക്കി. അവന് വൈദേഹി, ഇന്നലെ നീ വരാത്തുള്ള വിഷമത്തില് ഞങ്ങളുടെ വീടിന്റെ പിന്നിലേക്കുള്ള പറമ്പിലേക്കൊന്ന് നടക്കാറിങ്ങിയതാ. എവിടെയോ വീണു, എങ്ങനെ പറ്റിയാണെന്ന് ഓർമ്മയില്ല. എഴുന്നേറ്റപ്പോൾ ഈ കോലായി. ജീവൻ നട്ടാൽ കുരുക്കാന്നുണയാണ് പറയുന്നത് വൈദേഹിക്ക് പെട്ടെന്ന് മനസ്സിലായി. പിന്നെ രാത്രി നേരത്തെ അവനെ നടക്കാനിറങ്ങല് കണ്ടാൽ തന്നെ അറിയാം ആരോ തല്ലി ചതച്ചതാണെന്ന്. അങ്ങനെ ഇപ്പം അവൻ മിടിക്കനാവാൻ പാടില്ലല്ലോ. അവിടുന്ന് ആരോ വിളിച്ചിട്ട് നീങ്ങാൻ പോയ ജീവനെ വൈദേഹി പിടിച്ചു നിർത്തി. എന്നാലും ഇത് എങ്ങനെയാ ജീവ? വീണാൽ ഇങ്ങനെയൊക്കെ പറ്റിയ? കൈയൊടിഞ്ഞ് സമ്മതിച്ചു, പക്ഷെ ഈ പല്ലിളക്കി ഇത് മൊത്തം പരിക്കെല്ലാം കൂടെ നോക്കുമ്പോൾ ഇത് വീണതല്ല, വേറെന്തോ പറ്റിയതുപോലെ. വൈദേഹിയുടെ രൂക്ഷമായ നോട്ടവും ചോദ്യം കൂടെ ആയപ്പോൾ ജീവനൊന്ന് പതറി. അപ്പോഴാണ് അവളുടെ ചെവിയിൽ വെച്ചുള്ള ചെറിയ പഞ്ഞവൻ കാണുന്നത്. തലേന്ന് കട്ടിലിൽ മുഖമടിച്ച് വീണെന്ന് പറഞ്ഞ് അവന് ഓർമ്മ വന്നു. അവളെ കണ്ടാൽ തന്നെ അറിയാം കട്ടിലിൽ മുഖമടിച്ച് വീണതല്ലെന്ന്. കള്ളി. പക്ഷെ ഇപ്പൊ ഒന്ന് ചോദിക്കാനും നിവൃത്തിയില്ല. അത് പിന്നെ വൈദേഹി, നീ കട്ടിയിൽ മുഖമടിച്ച് വീണില്ലേ, അപ്പോഴെങ്ങനെയാ ചെവിക്കൊക്കെ പരിക്ക് പറ്റിയത്? അതുപോലെ തന്നെ ആയിത്തും. ജീവന്റെ ആ മറുപടിയിൽ വൈദേഹിയുടെ വാടഞ്ഞു പോയി. തിണ്ടി ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ഇനിയിപ്പോൾ എന്തു പറയാനാ, വരട്ടെ, കണ്ടുപിടിച്ചോളാം. അപ്പോഴാണ് അവിടേക്ക് സിദ്ധാർത്ഥിന്റെ കാർ വന്ന് നിന്ന്. അവരിൽ നിന്ന് സിദ്ധാർത്ഥും മേഘയും പുറത്തേക്ക് ഇറങ്ങി. കുറുക്കൻ ചത്താലും കണ്ട് കോഴിക്കൂട്ടിലെന്ന് പറഞ്ഞ പോലെ വൈദേഹി അരികിൽ നിൽക്കുന്ന പോലെ ഓർക്കാതെ ജീവന്റെ കണ്ണുകൾ മേഘയിൽ തന്നെ തങ്ങി നിന്നു. ബന്ധുക്കളോട് സംസാരിച്ച് ചുറ്റൊന്ന് കണ്ണോടിച്ച സിദ്ധാർത്ഥിന്റെ കണ്ണുകൾ ജീവനിലേക്ക് വന്ന് വീണതും ജീവൻ പെട്ടെന്ന് ഓട്ടോ മാറ്റി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വൈദേഹിയുടെ ഉള്ളിൽ അന്നേരം പല സംശയങ്ങൾ ഉടലെടുത്തു. ഇന്നലെ രാത്രി ചെളി പുരണ്ട വസ്ത്രവുമായി സിദ്ധാർത്ഥ് വന്നു. പെട്ടെന്ന് വസ്ത്രം മാറി തിരികെ പോയതും അതെല്ലാം ഓർക്കുമ്പോൾ മിക്കവാറും സിദ്ധാർത്ഥിനെയാണ് ഇവനെ തള്ളിച്ചതക്കാൻ സാധ്യത. അങ്ങനെ തള്ളിയിട്ടുണ്ടെങ്കിൽ ഇവൻ മേഘയുടെ എന്തെങ്കിലും കണ്ണന്തിരിവ് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചുഴിഞ്ഞ് കാര്യങ്ങൾ ചോദിക്കാൻ നിവൃത്തിയുമില്ല. തന്റെ കള്ളത്തരവും പിടിക്കപ്പെടും. തൽക്കാലം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. വൈദേഹി ഓർത്തു. മേഘയെ കണ്ടതും ജിനി ഓടി മേഘയുടെ അരികിലേക്ക് വന്നു. കല്യാണ പെണ്ണ് ഓടി നടക്കാണ്, ഞാനല്ലേ അങ്ങോട്ടേക്ക് വരേണ്ടത്? മേഘ അവളുടെ കവിളിൽ നിന്നുള്ളി. നല്ല ആളാ, ഇപ്പോഴാണോ വരുന്നത്? കേട്ടും കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. ജിനി പരിഭവിച്ചപ്പോൾ മേഘ വെറുതെ ചിരിച്ചെന്നതേയുള്ളൂ. ഉഷയ്ക്ക് പറ്റിയ അപകടം കാരണമാണ് വരാൻ വൈകിയെന്ന കാര്യം മേഘ പറഞ്ഞില്ല. പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ ഒരുങ്ങി നിൽക്കുന്ന കുട്ടിയാണ്. നല്ലതല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വെറുതെ അവിടെ മനസ്സും കൂടെ കലക്കണ്ട. ചെറുക്കനും കൂട്ടിനും വന്നപ്പോൾ മണ്ഡപമാകെ തിരക്കായി. മുഹൂർത്ത സമയമായപ്പോൾ താലികെട്ടും പുടകൊടുക്കലൊക്കെയുള്ള ചടങ്ങുകൾ യഥാക്രമം നടന്നു. സുമതി മേഘയെ കണ്ടെങ്കിലും ആളോ മൈൻഡ് ചെയ്യാതെ പോയി. തലേന്ന് മേഘ ജീവനെ പറ്റി പറഞ്ഞ് സുമതിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ആവണി അവളുടെ അമ്മയെയും കൂട്ടി മേഘക്ക് പരിചയപ്പെടുത്താനായി അവളുടെ അടുത്തേക്ക് വന്നു. മേഘക്ക് അവരുടെ മനസ്സോറും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടിട്ടും കണ്ണു തുറക്കാൻ നിൽക്കുന്ന അമ്മയോട് എന്തോ ഒരു അകൽച്ച മേഘക്ക് തോന്നി. എന്നാലും പേരിനെന്തൊക്കെയോ വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്തു. വൈദേഹി എല്ലാവരുടെ ഇടയിൽ കറങ്ങിയിറക്കുന്നുണ്ടെങ്കിലും മേഘയും സിദ്ധാർത്ഥ അവളെ നോക്കാൻ തന്നെ പോയില്ല. സദ്യയും കൂടെ കഴിഞ്ഞപ്പോൾ മേഘയും സിദ്ധാർത്ഥും പോവാനായി ഇറങ്ങി. ധൃതി പിടിച്ച് എന്തിനാണ് പോകുന്നതെന്ന് ഗീത ചോദിച്ചപ്പോൾ ഗീതയോട് മാത്രം മേഘ വീട്ടിൽ സംഭവിച്ച കാര്യം പറഞ്ഞു കേട്ടപ്പോൾ ആർക്കും വല്ലാത്ത ഭയം തോന്നി. തിരികെ വീട്ടിലേക്ക് ചെന്ന ഉടനെ തന്നെ മേഘയുടെ കയ്യിൽ നിന്ന് അസ്നയുടെ നമ്പരും വാങ്ങി സിദ്ധാർത്ഥ് ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. കുറച്ചു നാൾക്ക് ആരെങ്കിലും തൽക്കാലത്തിലേക്ക് ഷോപ്പിൽ വെക്കാൻ അസ്നയോട് പറയണം. മേഘ പറയാമെന്ന് പറഞ്ഞെങ്കിലും ഗൗരവത്തോടെ പറഞ്ഞില്ലെങ്കിൽ അസ്ന അത് കാര്യമായി എടുക്കില്ലെന്ന് കരുതിയാണ് സിദ്ധാർത്ഥനെ അവരോട് സംസാരിക്കാമെന്ന് വെച്ചത്. സംസാരത്തിന്റെ തുടക്കത്തിൽ അസ്ന, അയ്യോ മേഘ പോയി എങ്ങനെ ഞങ്ങളുടെ കേക്ക് ഷോപ്പ് ബിസിനസ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയെങ്കിലും സിദ്ധാർത്ഥ് വൈദ്യയുടെ കാര്യങ്ങളൊക്കെ ഒരു ഒളിവും മറിയുമില്ല അസ്നയോട് പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പുതിയ ആൾ വരാനൊന്നും കാത്തു നിൽക്കേണ്ട, മേഘയുമായി എത്രയും പെട്ടെന്ന് ചെന്നൈക്ക് പോയിക്കൊള്ള അസ്ന തന്നെ സിദ്ധാർത്ഥിനോട് പറഞ്ഞു. മേഘയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സോടെങ്കിലും ചെന്നൈക്ക് സിദ്ധാർത്ഥിന്റെ കൂടെ വരാമെന്ന് അവളും സമ്മതിച്ചു. തൽക്കാലം പോകുന്ന കാര്യം മേഘയുടെ വീട്ടിൽ മാത്രം അറിയിച്ചാൽ മതിയെന്ന്, പോയി കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അറിയട്ടെ,
വൈദേഹിയോട് പോകുന്ന കാര്യം ഇപ്പോൾ പറയണമെന്ന് അച്ചമ്മയോടും പറഞ്ഞു വെച്ചു. കാര്യങ്ങൾ മുഴുവൻ അറിയില്ലെങ്കിലും വൈദേഹി എന്തൊക്കെയോ ദ്രോഹങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കിയ അച്ചമ്മ അത് സമ്മതിക്കുകയും ചെയ്തു. കുറച്ചു നാളത്തേക്ക് സിദ്ധാർത്ഥിന്റെ ജോലി സ്ഥലമൊക്കെ കാണിക്കാൻ വേണ്ടി മേഘയെ കൊണ്ടുപോകുന്നതെന്ന് മാത്രമേ മേഘയുടെ വീട്ടിൽ പറഞ്ഞുള്ളൂ. അങ്ങനെ ജിനിയുടെ കല്യാണത്തിന്റെ വിരുന്ന് കഴിഞ്ഞ അന്ന് രാത്രിയിൽ സിദ്ധാർത്ഥ് മേഘയും കൂടി ചെന്നൈയിലേക്ക് യാത്രയായി. മേഘയും സിദ്ധാർത്ഥും പോയ അന്ന് രാത്രിയിൽ അന്നേക്ക് 41-ാം നാൾ മേഘയെ ബലിയെടുക്കാനുള്ള പ്രത്യേക പൂജയിലായിരുന്നു വൈദേഹി. എന്നാൽ തന്റെ ഇര പോയതറിയാതെ അവൾ പൂജ തുടർന്നുകൊണ്ടേയിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.